നാളെ ഒരു ദിവസത്തേക്ക് മോനെ നോക്കാനാ വിളിപ്പിച്ചത്. പറ്റുമോ? നോക്കാൻ പറ്റുമോന്ന് നോക്കാം. കീറു കൃത്യമായിട്ടാ മോൻ്റെ കാര്യങ്ങളിപ്പോൾ നടക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യം ചെയ്യാൻ കൃത്യസമയമുണ്ട്. അതിന്നും മാറരുത്. ഏ ദാ ഈ മരം കണ്ടോ? ഇതിൻ്റെ നിഴൽ നോക്കി വേണം ഓരോന്ന് ചെയ്യിക്കാനായിട്ട്. എല്ലാം വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. മരത്തിൻ്റെ നിഴൽ ഒന്നാമത്തെ കല്ലിൽ വീണ് പയ്യനെ ഉണർത്തുക. നിഴൽ ഒന്നാം കല്ലിൽ നിന്ന് വിടുന്നത് വരെ പല്ല് മൂർച്ച കൂട്ടുക. നിഴൽ രണ്ടാമത്തെ കല്ലിൽ തട്ടുന്നത് വരെ വ്യായാമം. ഗുഹയ്ക്ക് ചുറ്റും ഓടണം. ഞാനും ഓടണോ? മൂന്നാമത്തെ കല്ലിൽ വീഴുന്നത് വരെ ഭക്ഷണം. ഉണക്കിയ പോത്തിറച്ചി ഗുഹയിലുണ്ട്. നാലാമത്തെ കല്ലിൽ എത്തുന്നത് വരെ കണക്ക് പഠിക്കണം. അത് കഴിഞ്ഞ് കുന്നിൻ്റെ മുകളിലേക്ക് ഓട്ടം. അഞ്ചാമത്തെ കല്ലിൽ നിഴൽ വീഴുന്നത് വരെ. 6ൽ വീഴുന്നത് വരെ ലഘുഭക്ഷണം. മുതലമുട്ട ഗുഹയിലുണ്ട്. അത് കഴിഞ്ഞ് 7ൽ നിഴൽ വീഴുന്നത് വരെ ഗർജനം പരിശീലിക്കൽ. 8ാമത്തെ കല്ല് വരെ വീണ്ടും പഠനം. 9 വരെ വീണ്ടും പോത്തിറച്ചി തീറ്റ. 9ാമത്തെ കല്ല് മുതൽ 10ാമത്തെ കല്ല് വരെ എക്സ്ട്രാ ടൈം. നേരത്തെ ചെയ്യാൻ പറ്റാത്തതൊക്കെ എക്സ്ട്രാ ടൈമിൽ ചെയ്തു തീർക്കണം. സമയം തെറ്റിക്കാൻ മോനെ സമ്മതിക്കരുത്. കാര്യങ്ങളൊക്കെ നടന്നോ? ചില കാര്യങ്ങളൊന്നും സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. മഴക്കാറ് കാരണം കല്ലിൽ നിഴൽ വീണാഞ്ഞതുകൊണ്ടാ. എന്തൊക്കെയാ ചെയ്യാതിരുന്നത്? വ്യായാമവും കുന്നുകയറ്റവും കണക്കുപിടുത്തവും ഒക്കെ നടന്നു. പക്ഷെ 3ാം കല്ലിലും 6ാം കല്ലിലും 9ാം കല്ലിലും നിഴൽ വീഴാഞ്ഞതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. എക്സ്ട്രാ ടൈമിൽ കൊടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും മോൻ തല ചുറ്റി വീണു. അകത്ത് കിടപ്പുണ്ട്.